ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വേള വെച്ചിട്ടുള്ള കറിയാണ്. അപ്പം വേള മീൻ കറി എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കാം. അതിലേക്ക് ആവശ്യമായ തേങ്ങയും ഒരു 7-8 കൊച്ചുള്ളിയും കൂടി മിക്സിയിലെ ജാറിലേക്ക് ഇടുക. അതിനുശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ എരിവ് വേണ്ടുള്ളവർക്ക് 1 ടീസ്പൂൺ സാദാ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നീട് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. കുറച്ച് കുടംപുളി വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കുക. പിന്നീട് ഒരു 3-4 വെളുത്തുള്ളിയും 1 തക്കാളിയും 7-8 പച്ചമുളകും 2-3 കറിവേപ്പിലയും കൂടെ അരിഞ്ഞ് തയ്യാറാക്കി വയ്ക്കാം. പിന്നീട് പാത്രം അടുപ്പിൽ വെച്ചതിന് ശേഷം പാത്രം ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വന്നതിന് ശേഷം കുറച്ച് കടുകിടുക. കടുക് പൊട്ടിയതിന് ശേഷം ഒരു സ്വല്പം ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഉലുവാപ്പൊടി ചേർക്കാത്തതിന് കാരണമാണ് ഉലുവ ഇട്ട് കൊടുത്തത്. അപ്പോൾ അത് രണ്ടും ഒന്ന് ചെറുതായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് 2-3 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിയും പച്ചമുളകും കൂടി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് ചെറുതായിട്ട് വഴറ്റി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അതിൻ്റെ മസാലക്കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന വടക്കംപുളി അതിലേക്ക്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. കറി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കഴുകി വെച്ചേക്കുന്ന മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കുക. കറി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കത് തുറന്നിട്ട് മീനൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നീട് അതിൻ്റെ തലയില്ലേ, തല ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ആ ഭാഗം മാത്രം വേവില്ല. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് വീണ്ടും അടച്ചു വെച്ച് ഒരു 5 മിനിറ്റും കൂടെ വേവിക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് തീ ഓഫ് ചെയ്യുക. നിങ്ങൾ എന്തായാലും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.